ഹലോ ഗായ്സ്, നമ്മളൊരു CS മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് നോട്ട് വെയിറ്റ് ഉണ്ട്, പിന്നെ ഡഗ്ലസ് ഉണ്ട്, KMC ഉണ്ട് ഗായ്സ്. നമ്മൾ 4 പേരും കൂടെ ഒരു CS മാച്ചാണ്. നമ്മൾ 3 കളി വിട്ടുകൊടുക്കും, 3 കളി വെറുതെ ഒക്കെ അടിച്ചടിച്ച് ജസ്റ്റ് അടിച്ച് വിട്ടുകൊടുക്കും ഗായ്സ്. ലാസ്റ്റ് തൊട്ട് കംബാക്ക് അടിക്കും ഗായ്സ്. അങ്ങനെയാണ് കളി. അപ്പോഴത്തേക്കും നമ്മളിവിടെ ഉള്ളത് നോട്ട് വെയിറ്റ്, ഡഗ്ലസ്, KMC, പിന്നെ ഞാനും. നമ്മൾ 4 പേരും കൂടെയാണ് പോകാൻ പോണത് ഗൈസ്. നമുക്ക് എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഗെയിം പ്ലേ നോക്കാം ഗൈസ്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് ഗൈസ്. ഇത് റെക്കോർഡായി കിടന്നത്. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അടിക്കാൻ ഫസ്റ്റത്തെ കളി വിട്ടുകൊടുക്കും ഗൈസ്. ഫസ്റ്റും സെക്കൻഡും തേർഡും കളി വിട്ടുകൊടുക്കും ഗൈസ്. നമ്മളൊരു ഇടയ്ക്ക് വെച്ച് എനിക്ക് നെറ്റും പോയി. പിന്നെ ഞാൻ വന്ന് അപ്പോഴത്തേക്കും കളി അവന്മാരെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത കളിയാണ്. നമ്മൾ 4 പേരും ഉണ്ട് ഗൈസ്. അടുത്ത കളി നമ്മൾ വിട്ടുകൊടുക്കും ഗൈസ്. വെറുതെ ചെന്നിട്ട് അടി കൊണ്ട് ചാവുക. ഇനി അടുത്ത 3ാമത്തെ കളിയാണ്. ഇത് നമ്മൾ വിട്ടുകൊടുക്കും ഗൈസ്. നമ്മൾ അവസാനം 4ാമത്തെ കളി മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ സ്പീഡിന് കാണിച്ചു തരാം ഈ ഗെയിം പ്ലേ ജസ്റ്റ് ഒന്ന്. അങ്ങനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത 4ാമത്തെ കളിയും അവന്മാരെടുത്തിട്ടുണ്ട് ഗൈസ്. അല്ല, 3ാമത്തെ കളിയും അവന്മാരെടുത്തിട്ടുണ്ട്. ഇനി 4ാമത്തെ കളി ഇതെന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കളി തൊട്ട് നമ്മൾ കംബാക്ക് അടിക്കുകയാണ് ഗൈസ്. നിങ്ങൾ തന്നെ ആ ഗെയിം പ്ലേ കണ്ടു നോക്കൂ. അതാണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവന്മാർ കറങ്ങി വരുന്ന ടീമാണ്. അതുകൊണ്ട് ബാക്കിൽ ചെന്നപ്പോഴത്തേക്ക് തോന്നി, അപ്പോഴേ വന്ന് അവനെയും എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തവന്മാർ നമ്മളുടെ ടീമിനെ അടിച്ചിട്ടിരിക്കുന്നു ഗൈസ്. റിവൈവ് ചെയ്ത് മറ്റവന്മാരെ. അപ്പോഴത്തേക്കും ഇനി അവന്മാരെ അടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും ഗൈസ് ഒരു തന്നെ റിവൈവ് ചെയ്യുന്നുണ്ട്. അതങ്ങ് പൊട്ടിച്ച് നമ്മുടെ KMC ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. അടുത്തവന് നമ്മൾ പൊക്കിയിട്ട് നമ്മൾ പോയിട്ടുണ്ട് ഗൈസ് അടുത്തതിലോട്ട്. അങ്ങനെ ഒരുത്തവനെ കണ്ട് ചാടിക്കൊടുത്ത് അവനെ അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ചാടിയതാണ് ഗൈസ്. അവൻ എന്നെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ പേടിക്കേണ്ട, നമ്മുടെ ടീമുണ്ട്, ഒരുത്തവനും കൂടെ ഉണ്ട്. എന്തായാലും ഇതിന് കംബാക്ക് അടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനെ ടീമുണ്ട് ഗൈസ്. അങ്ങനെ അവൻ വന്ന് എന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവസാനം അവനെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ കണ്ടു നോക്കൂ. എൻ്റെ ടീം വന്ന് റിവൈവ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ചാടി പിടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ് അവനെ കൂടെ. ഇനി അടുത്ത കളിയുണ്ട്, അതും കൂടെ അടുത്ത് എടുക്കണം. ഇനി ഈ കളി ജയിച്ചേ പറ്റത്തുള്ളൂ, കംബാക്ക് അടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. AWM എടുത്ത് പിടിച്ച് വീട്ടിൻ്റെ അവിടെ കയറിയത്. ഒരുത്തൻ്റെ തലമുണ്ട അങ്ങ് അടിച്ച് പൊട്ടിച്ച് ഗൈസ്. അടുത്ത് നമ്മുടെ കൂടെ നമ്മുടെ ടീമും ഉണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട, ടീമെല്ലാം ഉണ്ട് ഗൈസ്. നോക്കിയപ്പോൾ അവനെ ആരാ പൊക്കിയിട്ടുണ്ട് ഗൈസ്. പൊക്കി വിട്ടിട്ടുണ്ട്. ഇത് ഓപ്പോസിറ്റ് ടീമുകാർ പൊക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ സ്പീഡിനൊന്ന് കാണിച്ചു തരാം. ബാക്കി ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ ഗെയിം പ്ലേ. അപ്പോഴത്തേക്കും അവന്മാർ അടുത്ത മണ്ടയിലുണ്ട് ഗൈസ്. ഈ വീട്ടിൻ്റെ മണ്ട ഒരുത്തമുണ്ട്, ഞാൻ കണ്ടതാണ്. ഉണ്ടോ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ മണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും നോട്ട് വെയിറ്റ് നോക്കായി, നമ്മൾ പൊക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും അടുത്തവൻ വന്നിട്ടുണ്ട് ഗൈസ്. അടുത്തവൻ മറ്റേ ടീമിനെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ടീമിനെ. ഞാൻ കറങ്ങി ചെല്ലാമെന്ന് വിചാരിച്ചു, കറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീം മറ്റവനെ നോക്കാക്കി. ഇനി ഒരുത്തവനും കൂടെ ഉള്ളു. നമ്മുടെ ടീമിൽ ഞാൻ മാത്രം, അവരുടെ ടീമിൽ വേറൊരുത്തവൻ. അങ്ങനെ ലാസ്റ്റ് ഒരുത്തവൻ. അവനെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും പിടിച്ചെടുത്തിട്ടുണ്ട്. അത് എടുത്തില്ലെങ്കിൽ പണി വളിയനെ. കംബാക്ക് അടിച്ചത് നൈസിന് പണി പറ്റിച്ചനെ. അങ്ങനെ അതിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തതാണ്. അപ്പം ഗൈസ് അടുത്ത റൗണ്ടിലും നമ്മൾ പോകുന്നുണ്ട്. അവന്മാരെന്തായാലും കറങ്ങി വരുന്ന ടീമാണ്. കറങ്ങി വരും, നേരെ വരും. 2 സൈഡിൽ നിന്ന് വളയാൻ സാധ്യതയുണ്ട്. ഇതാ വരുന്നു. എനിക്ക് തോന്നി, ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. അവനെ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അവന്മാർ അപ്പോഴേ പൊക്കും. ആ ടീമാണ്, അപ്പോഴേ പൊക്കി റിവൈവ് ചെയ്ത് വിടും. അതുകൊണ്ട് ഇനി അടുത്തവന്മാരെ എടുക്കണം ഗൈസ്. നമ്മൾ കയറി മേലോട്ട് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക്. സാരമില്ല, ടീം എടുത്തിട്ടുണ്ട്. നമ്മുടെ ടീം എടുത്തിട്ടുണ്ട്. നോട്ട് വെയിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ എണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അവരുടെ ടീം ഒരു തന്നെയുള്ളത്. നമ്മളുടെ ടീമിൽ 2 പേരുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട, ആ കളി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3ാമത്തെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. അവന്മാരെടുത്ത് അവന്മാർ ജയിക്കും, നമ്മളെടുത്ത് നമ്മൾ ജയിക്കും. അങ്ങനെ കട്ടയ്ക്ക് ഒരു പോരാട്ടത്തേക്കാണ് ഗൈസ്. ലാസ്റ്റ് ഗെയിം പ്ലേ. അവന്മാർ എനിക്ക് തോന്നി അപ്പോഴേ കറങ്ങി വരുന്നു. ഇട്ട് നോക്കിയതാണ്, അടിച്ചിട്ടുണ്ട്. അവന്മാർ ഫുൾ ഡാമായിരുന്നു. പക്ഷേ ജസ്റ്റ് ഗ്ലൂ വാളിട്ട് സൈഡിൽ കൂടെ വന്നപ്പോൾ അവന് ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളൂ. കാരണം എനിക്ക് ലൈഫിലായിരുന്നു. പക്ഷേ ടീം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ബാക്കിൽ നിന്ന് എന്നെ ഫിനിഷ് ചെയ്ത്, അത് കാര്യമില്ല. എന്തായാലും പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ലൈവ് ഓപ്ഷൻ ഉടനെ എനേബിൾ ആകുന്നതായിരിക്കും.
നമുക്ക് 24 hours ഇനി എനേബിൾ ആകും. നമുക്കിപ്പം ഇന്ന് രാവിലെ മെസ്സേജ് വന്നു, നാളെ രാവിലെ ആകുമ്പോൾ കറക്റ്റ് എനേബിൾ ആകുന്നതായിരിക്കും ഗൈസ്. അതാണ്ട് 24 hours നമുക്ക് എനേബിൾ ആകും. അത് ഉടനെ ലൈവ് ഓപ്ഷൻ വന്ന ഉടനെ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും, ടീമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. റൂം ഇടും, അതിൻ്റെ കൂടെ നിങ്ങൾക്കും കയറി കളിക്കാനുള്ള റൂമൊക്കെ ഇട്ട് തരും ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.